ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ്. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ, എങ്കിലേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് നന്നായി കഴുകിയെടുത്ത ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ സോൾട്ട്, 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇന്ന് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കാവേ. ക്യാപ്സിക്കം ഞാനിവിടെ ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്താൽ മതി. ഒരു 1/2 ക്യാപ്സിക്കം മതിയാവും. പിന്നെ സ്പ്രിംഗ് ഒനിയൻ 2 പാർട്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺ പാർട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ എടുക്കാനും ഗ്രീൻ പാർട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനും ആണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ സവാള ഇതുപോലെ കുറച്ച് വലുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചതാണ്. നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ്സിന് വേണ്ടി ചേർക്കാനുള്ളതാണ് ഇത്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ചില്ലി ചിക്കൻ ഒരിക്കലും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. ഇനി നന്നായി ചൂടാവുമ്പോൾ ചിക്കൻ ഇട്ട് 1 മിനിറ്റ് നല്ല ഫ്ലെയിമിലും പിന്നീട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാവേ. അതിനുവേണ്ടി നമുക്ക് പാൻ വെച്ച് എണ്ണ ചൂടാക്കി എടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ആദ്യം ഇടാം. വേഗം തന്നെ ഓരോന്നായി ചേർക്കാവേ. പച്ചമുളക്, സവാള. ഈ ചൈനീസ് കുക്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫാസ്റ്റായി കുക്ക് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം അടുത്ത് തയ്യാറാക്കി വെക്കണം. പിന്നെ നമുക്ക് പോയി എടുക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ഡൗൺ പാർട്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 1/4 കപ്പ് വെള്ളമൊഴിച്ച് നല്ലോണം തിളപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ ചേർക്കാവേ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലവർ കലക്കിയതും കൂടെ ചേർക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായേ. ഞാനിവിടെ അധികം ഗ്രേവി ഇല്ലാത്ത ടൈപ്പിലെ തിക്ക് ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതലായി വേണമെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ കുറച്ചും കൂടെ അധികം വെള്ളം ചേർത്താൽ മതിയേ. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് എടുത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.